പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നം വെറും 3 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ബി.ജെ.പിക്ക് തീരെഴുതി കൊടുത്ത തിരഞ്ഞെടുപ്പ് അവകാശത്തിൽ ചട്ടവും ഭേദഗതിയും കെട്ടി അവർക്കനുകൂലമാക്കി എടുക്കാനുള്ള നടപടികൾക്കിടയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാദം ശ്രദ്ധേയമാകുന്നത്. വ്യാജ വോട്ടർ ഐഡിയെ പറ്റിയുള്ള ആരോപണങ്ങളിൽ നിന്നും തലയൂരാനായിട്ട് വർഷങ്ങളായി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറുകളുടെ കാര്യത്തിൽ 3 മാസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പർ വിഷയം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ 3 മാസത്തെ ഒരു കാലാവധി മുന്നോട്ട് വെച്ചത്. ഒരു പ്രത്യേക പോളിംഗ് സ്റ്റേഷൻ പരിധിയിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർക്ക് ആ പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ വോട്ട് ചെയ്യാനാകൂ എന്ന് കമ്മീഷൻ ആവർത്തിച്ചു. 99 കോടിയിലേറെ രജിസ്ട്രേഡ് വോട്ടർമാരുള്ള ഇന്ത്യയിലെ വോട്ടർ പട്ടികയാണ് ആഗോളതലത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രൽ ഡാറ്റാബേസ്. വോട്ടർ പട്ടിക പുതുക്കുന്നതിനായിട്ട് എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്താറുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ ഉണ്ടാകും. ഇതിനായി ഓരോ ബൂത്തിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നിയമിക്കുന്ന ബൂത്ത് തല ഓഫീസർ ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് തല ഏജന്റുകൾ ഉണ്ടാകും. ക്രമക്കേട് അഥവാ കണ്ടെത്തിയാൽ പരാതി ബോധിപ്പിക്കാം. ബൂത്ത് തല ഓഫീസർക്ക് വീടാനന്തരം സന്ദർശിച്ച ഫീൽഡ് പരിശോധന നടത്തി ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ശുപാർശ സമർപ്പിക്കണം. കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ ബോധിപ്പിക്കാൻ 1 മാസത്തെ സമയം അനുവദിക്കും. പരാതിയുള്ള ഏത് വ്യക്തിക്കും ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ടർ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുൻപാകെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 24A വകുപ്പ് പ്രകാരം നേരിട്ട് അപ്പീലും നൽകാം. ഈ അപ്പീൽ മേലുള്ള തീർപ്പിൽ തൃപ്തിയില്ലെങ്കിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ 24 വകുപ്പ് അനുവദിക്കുന്നുണ്ട്. അതിനാൽ വോട്ടിംഗ് തിരിമറിക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് നമ്പർ നൽകിയെന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് കമ്മീഷൻ പറയുന്നിടത്താണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐഡിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ധൃതി കൂട്ടുന്നത്. ഒരേ തിരിച്ചറിയൽ നമ്പർ കണ്ടെത്തിയ 100-ലധികം വോട്ടർമാരുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ എല്ലാവരും ശരിയായ വോട്ടർമാരാണെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് അവരുടെ വാദം. തിരിച്ചറിയൽ കാർഡ് നമ്പറുകൾക്കായി 2000-ലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സീരീസുകൾ അനുവദിച്ചത്. എന്നാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തെറ്റായ സീരീസ് നമ്പറുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഒരേ നമ്പറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ വന്നത്. ഇത് കണ്ടുപിടിക്കാനാവാത്തത് സംസ്ഥാനങ്ങളിൽ പ്രത്യേകം ഇലക്ട്രൽ ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനാലാണെന്നും വിശദീകരണം നൽകുകയാണ്. ബി.ജെ.പിക്ക് എന്തിനും കുടപിടിക്കാനായി ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കസേരയിൽ ഇരുത്തിയതും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന മറയുണ്ടാക്കി ഈ രാജ്യം വർഗീയ പാർട്ടിക്ക് തീരെഴുതി കൊടുക്കാനാണ് ശ്രമമെന്ന് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാകും. ഈ നാടകം ആരും കാണാതെയും അറിയാതെയും പോകരുത്.